അപ്പൊ എല്ലാവർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം. നമസ്കാരം. അപ്പം ഇന്ന് ഒരു കിടിലൻ റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് അധികം സമയമില്ലാണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പ്രോൺസ്. ടൈഗർ പ്രോൺസിനെ ബട്ടർഫ്ലൈ കട്ട്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പ്രോൺസിനെ നടുകെ പൊളിച്ചു, അതിൻ്റെ നടുക്കൊരു ഇൻഡസ്ട്രെയിൻ ഉണ്ട്, അതിന് കളഞ്ഞു. ഇനി ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരു സ്പെഷ്യൽ മസാല ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യുന്നു. ഡിഷിന്റെ പേരാണ് കാന്താരി ബട്ടർഫ്ലൈ പ്രോൺസ്. അതായത് നല്ല കാന്താരി മുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ അങ്ങ് അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ചാർക്കോളിട്ട് കിള്ളി. അപ്പൊ നമുക്ക് അതിന്റെ ആ മാരിനേഷൻ റെഡിയാക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പ്. നീ ആ മസാലകൾ ഇടുമ്പോഴേക്കും ഞാൻ ഒരു 3 ചെറിയുള്ളി, ഒരു 10 കറി ലീവ്സ്, ഒരു 15 കാന്താരി മുളക് അത് ചതച്ചെടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 സ്പൂണ്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓയിൽ, 1 സ്പൂണ് ഓയിൽ. ഞാനത് ഇടിയോടെ ഇടിച്ചു. പ്രോൺസ് നമ്മൾ എല്ലാവരും പല രീതിയിലും കഴിക്കാറുണ്ട്, റൈറ്റ്? പ്രോൺസ് മസാല ഇടിയോടിയാണ്. ഇത് കാന്താരി മുളകും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, ചതച്ചിട്ട് ആ നീരാണ് ഇതിന്റെ എഫക്ട് വരുന്നത്. ഇത് പൊടിച്ച് അടിച്ച 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്, എന്നാലും അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും അതിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ ലൈം, നാരങ്ങ ചേർക്കാം, പക്ഷെ എല്ലാവർക്കും അത് സൂട്ട് ആവില്ല പ്രോൺസിൽ, റൈറ്റ്? ഓക്കെ, ഇത് നമ്മൾ ബാർബക്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മളുടെ അളവിൽ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പ്രോൺസ് ഫിഷൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ബാർബക്യൂ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെയാണ്. ബാർബിക്യൂ ചെയ്യുമ്പോൾ എപ്പോഴും വലിയ പ്രോൺസ് എടുക്കാൻ നോക്കുക. നമ്മളുടെ പ്രോൺസിൽ ശരിക്കും മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറായാലും കുഴപ്പമില്ല, മിനിമം ഒരു അരമണിക്കൂർ ഈ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ ഇത് നേരത്തെ ചെയ്തിട്ട് പൊളിറ്റീൻ ബാഗിൽ വയ്ക്കുക. ഐസ് അടിയിലും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു 8-9 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. മാരിനേഷൻ ശരിക്കും പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാന്താരി പ്രോൺസ് ബാർബിക്യൂ ചെയ്യാൻ പോവാണ്. പോളി വൈബ്. പ്രോൺസ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ആദ്യം കട്ട് ചെയ്ത ഭാഗം സീൽ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ജ്യൂസ് താഴെ പോകാതിരിക്കുക. പ്രോൺസ് പെട്ടെന്ന് കുക്കാവും കേട്ടോ, അധികം ടൈമൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ടൈഗർ പ്രോൺസ് സൈഡൊക്കെ നല്ലതായി ചുമന്നു, ഞാൻ ടേൺ ചെയ്തെടുക്കാം. യെസ്, ചെമ്മീനൊക്കെ പ്രോൺസിനൊക്കെ അധികം വേവില്ല. ഒരു 3 to 5 മിനിറ്റ്സിൽ നമ്മളുടെ ആ ചൂടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബറായി പോകും. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ലേശം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഓയിലോ ബട്ടറോ ഗീയോ. നമ്മുടെ ബട്ടർഫ്ലൈ കാന്താരി പ്രോൺസ് അങ്ങനെ നമ്മൾ കൊതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വെന്ത് വന്നിരിക്കുകയാണ്. നമുക്ക് അതിനെ ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യണം, ആസ്വദിക്കണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ടേസ്റ്റ്.